ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 3 മൂന്നാം എപ്പിസോഡിന്റെ റിവ്യൂവും കാര്യങ്ങളുമാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. സോ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഈ ഒരു എപ്പിസോഡിന്റെ ഔട്ട്ലുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡ് കണ്ടവർക്കും ഇനി കാണാത്തവർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചൊക്കെ ഇന്നലത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാവും. ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ രതീഷ് ഭായ്, അതായത് ഇന്നിപ്പം അദ്ദേഹം ക്വിറ്റ് ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ രതീഷ് ഭായിയെ ചുറ്റിപ്പറ്റിയാണ് ഇന്നലെയും കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തത്. മിനിഞ്ഞാത്ത എപ്പിസോഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മിനിഞ്ഞാത്ത എപ്പിസോഡിലും രതീഷ് ഭായിയെ ഇതാക്കി തന്നെയാണ് കണ്ടന്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്നലത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായ്, ഈ പാട്ടുകൊണ്ട് ആണ് ആ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വിചാരിച്ചത് വീക്കിലി ടാസ്ക് മറ്റേ വല്ല ഷെഫോ ഹോട്ടലോ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്നയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ ഒരു പാട്ട് തന്നെ. സാധാരണ ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ ഈ സീസൺ കുറച്ച് മാറ്റിപ്പിടികളാണല്ലോ. മാറ്റിപ്പിടി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ രാവിലെ തന്നെ ശ്രീധുവിനെ ചൊറിയുന്ന രതീശനെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ശ്രീധുവിനെ നിങ്ങൾ പഴം പോലെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീധുവിനെ ചൊറിയുന്ന രതീശനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുള്ളിയുടെ ഗെയിം പ്ലാൻ നമുക്കിപ്പം എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് മനസ്സിലാവും. എല്ലാവരെയും കയറി അങ്ങോട്ട് മാന്തുക, എന്നിട്ട് അതൊന്ന് കണ്ടന്റ് ഉണ്ടാക്കുക, അവർ പറയുന്ന വാക്കിൽ പിടിക്കുക. പക്ഷേ ഇത് എത്രത്തോളം ഓഡിയൻസ് രസിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കമന്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പലർക്കും ഇതൊരു അരോചകരമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്ന് വെച്ചാൽ ആ ഒരു ഫേസ് എല്ലാവരുടെ മനസ്സിലും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള മോട്ടീവോട് കൂടി തന്നെ ചെയ്യുന്നതാണ്. അതായത് വളരെ സഡൻ ആയിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. ഇപ്പൊ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവങ്ങളെ കുറെ അധികം ഈ ഒരു ഇതിലേക്ക് വരും. പക്ഷെ ഇത് സഡൻ ആയിട്ട് ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിച്ച് തന്നെ സ്നേഹിക്കണം എന്നുള്ള രീതിയിലേക്ക് ആക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. സോ ശ്രീധുവിനോട് അങ്ങനെ പഴത്തിന്റെ കാര്യങ്ങളും എല്ലാ സംഭവവും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നടന്ന സംഭവം എന്ന് പറയുന്നത് ജാൻമണി ദാസ് രതീഷ് ബ്രോനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നതും ആ ഒരു സംഭവവും, അതാണ് ഇന്നലത്തെ ഒരു ഹൈലൈറ്റ് സംഭവം എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ രതീഷ് ബ്രോ പോയി കരയുന്നതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആവശ്യമില്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സമയത്ത് അത് പറയാറുണ്ടെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സംഭവം എടുത്തു പറയുന്നു. അത് തന്നെ മുടിയനും ഒക്കെ ആ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമുക്കറിയാം ആ ഒരു വ്യക്തി ജാൻമണി എല്ലാരെയും അങ്ങനെ ആ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർ ഈ കാര്യം ഡീൽ ചെയ്തതും വളരെ നൈസായിരുന്നു. ബിഗ് ബോസിനോട് പോയിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. രതീഷ് ബ്രോനോടും പോയിട്ട് ക്ഷമ ചോദിക്കുന്ന ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ രതീഷ് ബ്രോ ശരണ്യയുമായിട്ടൊരു കോമ്പിനേഷൻ ഇത് വന്നു ഡൈനിങ് ടേബിളിന്റെ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ രതീഷ് ബ്രോ ഇങ്ങനെ കൊളുത്തിട്ട് വലിക്കുന്ന പോലെയാണ് ഈ ഒരു കാര്യത്തിൽ കയറി പിടിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ, ഓപ്പൺ ഗെയിം പ്ലാൻ തന്നെയാണ്. സോ അത് തന്നെയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭാവി നോക്കാൻ. കുമ്പിടി സുരേഷ്, അതായത് നമ്മുടെ സുരേഷ് അണ്ണനെയാണ് കുമ്പിടിയായിട്ട് ഏൽപ്പിച്ചത്. അപ്പം എപ്പിസോഡിൽ 3 പേരെ നോക്കുന്നതാണ്. ജിൻഡോ ബ്രോന്റെ ആ ഒരു ഇത്, ജിൻഡോ ബ്രോനോട് പറയുന്നത് മസിൽ എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് കയ്യിലല്ല തലയിലാണുള്ളത് എന്നുള്ള രീതിയിൽ കുമ്പിടി രതീഷ് ബ്രോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ജാൻമണി ദാസിനോട് പറയുന്നത്, യമുന റാണിയോട് പറയുന്നത്, ജാസ്മിനോടൊക്കെ പറയുന്നത് നിങ്ങളെ ബിഗ് ബോസ് ജേണി അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അർജുനോട് എല്ലാവരും പേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അർജുൻ ജാൻമണി ദാസിനോടും രതീഷിനോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. രതീഷിന്റെ കാരച്ചില്, രതീഷ് അതിനകത്ത് കുടുംബത്തിനെയൊക്കെ വലിച്ചിടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്കും ആ ഒരു കാര്യത്തിൽ തോന്നി. ഇന്നലത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് വെറുതെ കുടുംബത്തിനേക്ക് വലിച്ചിട്ട് എന്റെ ഭാര്യ എന്ത് ചിന്തിക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ കുറെ ടോക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. ശരിക്കും അതൊരു വേണ്ടാത്തൊരു സംഭവമായിരുന്നു. പിന്നെ ഗബ്രി രതീഷുമായിട്ടുള്ള കുറച്ച് ടോക്ക്, ഗബ്രി നല്ല രീതിയിൽ ഇന്നലത്തെ എപ്പിസോഡ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സിജോയും റോക്കിയും ഋഷിയും കൂടി ഇരുന്നിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി, അതായത് നമ്മുടെ രതീഷ് ബ്രോന്റെ ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായ ക്ലാസ്, അതായത് പവർ റൂമിന് കുറെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അൻസിബ പറയുന്നുണ്ടായിരുന്നു. പവർ റൂമിന് പ്രത്യേക അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പവർ റൂമിന്റെ ഒരുപാട്, അതായത് നിങ്ങൾക്ക് ഒരാളെ നോമിനേഷനിൽ എടുത്തിടാൻ പറ്റും, പവർ റൂമിലുള്ള ഒരു നോമിനേഷനിൽ വരില്ല, അങ്ങനെ ഒരുപാട് ഈ പവർ റൂമിന് ഒരുപാട് അധികാരങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ
ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അധികാരം നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ജിൻഡോനെ കൊണ്ട് ചായ ഇടിപ്പിക്കാം എന്നുള്ളൊരു രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ വരുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ ജീവിതകഥ പറയുന്നതിന് പകരം ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ വളരെ ഷോർട്ടായിട്ട് ഈ ഒരു നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം കൊണ്ടുവന്നു. അതെന്തായാലും എനിക്ക് അടിപൊളിയായി ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എലാബറേറ്റ് ആയിട്ട് പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നതിനെക്കാട്ടും ഒരു ഇന്റർവ്യൂ എന്നുള്ളത് നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ആ വ്യക്തിനെ കുറിച്ച് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ കൂടുതൽ എലാബറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്. വളരെ നൈസ് ആയിരുന്നു ആ ഒരു സെഗ്മെന്റ്. എന്തായാലും ബിഗ് ബോസ് അത് മാറ്റിപ്പിടിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പം ഇന്നലത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളെ ഉണ്ടായുള്ളൂ. ഇന്നലത്തെ പ്രോമോ വന്നപ്പോൾ പ്രോമോയിൽ നമ്മുടെ സുരേഷ് അണ്ണൻ പുറത്തേക്ക് ക്വിറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇപ്പോഴും ലൈവിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ സുരേഷ് അണ്ണൻ ക്വിറ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്തായാലും നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.